സമരസ്മൃതികൾ, ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ റേഡിയോ മാറ്റുലി ക്ലബ് അംഗങ്ങൾ ഇന്ത്യയിലെ മഹത്തായ സ്വാതന്ത്ര്യസമര സ്മാരകങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ അധ്യായത്തിൽ ചെങ്കോട്ട. അവതരണം മിഥില മോഹൻ. പ്രിയ കൂട്ടുകാരെ, ചെങ്കോട്ടയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന ഭാരതത്തിന്റെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും നിത്യപ്രതീകമായ ഡൽഹിയിലെ ചെങ്കോട്ട അഥവാ ലാൽ കിലയെ കുറിച്ച് കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുഗൾ സാമ്രാജ്യത്വത്തിന്റെ ഐശ്വര്യത്തിനും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും അഗ്നി പരീക്ഷണങ്ങൾക്കും സ്വതന്ത്ര ഭാരതത്തിന്റെ ഉദയത്തിനും സാക്ഷ്യം വഹിച്ച ഈ പ്രൗഢഗംഭീരമായ ചരിത്ര സ്മാരകത്തെയാണ്. ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ പഴയ ഡൽഹി പ്രദേശത്ത് യമുന നദിയുടെ പടിഞ്ഞാറേ തീരത്താണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ ചാന്ദിനി ചൗക്ക് വിപണിക്ക് തൊട്ടടുത്താണ് ഈ കൂറ്റൻ കോട്ട നിലകൊള്ളുന്നത്. മധ്യകാലത്ത് ഷാജഹാനാബാദ് എന്നറിയപ്പെട്ടിരുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്തായിരുന്നു ഇത്. ഇന്ന് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന്. ചെങ്കോട്ടയുടെ നിർമ്മാണ ചരിത്രം 17-ാം നൂറ്റാണ്ടിലെ മുഗൾ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതോടെയാണ് ഒരു പുതിയ കോട്ടയുടെയും കൊട്ടാര സമുച്ചയത്തിന്റെയും നിർമ്മാണം ആരംഭിക്കുന്നത്. AD 1638 മെയ് 12 കോട്ടയുടെ തറക്കല്ലിട്ടു. പ്രശസ്ത മുഗൾ വാസ്തുശില്പിയായ ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് ഇതിന്റെ പ്ലാൻ തയ്യാറാക്കിയത്. 10 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം 1648 ഏപ്രിൽ 6 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത്. കോട്ടയുടെ വൻമതിലുകൾ നിർമ്മിക്കാൻ ചുവന്ന മൺകല്ലുകൾ ഉപയോഗിച്ചതിനാലാണ് ഇതിന് ചെങ്കോട്ട അല്ലെങ്കിൽ ലാൽ കില എന്ന പേര് ലഭിച്ചത്. ആദ്യകാലത്ത് ഇതിനെ ക്യുലായി മുബാറക് അഥവാ അനുഗ്രഹീതമായ കോട്ട എന്നാണ് വിളിച്ചിരുന്നത്. 1739 പേർഷ്യൻ ഭരണാധികാരിയായ നാദിർ ഷാ ഡൽഹി ആക്രമിക്കുകയും ചെങ്കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന ലോക പ്രശസ്തമായ മയൂര സിംഹാസനവും കോഹിനൂർ വജ്രം കൊള്ളയടിക്കുകയും ചെയ്തു. തുടർന്ന് സിഖുകാരും മറാഠികളും ബ്രിട്ടീഷുകാരും ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ചരിത്രപരമായ മാറ്റങ്ങൾക്ക് ചെങ്കോട്ട സാക്ഷ്യം വഹിച്ചു. യമുന നദിയുടെ തീരത്ത് അഷ്ടഭുജ ആകൃതിയിൽ പരന്നു കിടക്കുന്നൊരു വാസ്തുശില്പ അത്ഭുതമാണ് ചെങ്കോട്ട. ഏകദേശം 256 ഏക്കറോളം വരുന്ന വിശാലമായ പ്രദേശത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. മുഗൾ, പേർഷ്യൻ, ഹിന്ദു, തിമൂറിദ് വാസ്തുവിദ്യാ ശൈലികളുടെ അപൂർവമായ സംയോജനം നമുക്കിവിടെ കാണാം. നഗരത്തിന്റെ ഭാഗത്ത് 33 മീറ്ററും നദീതീരത്ത് 18 മീറ്ററും ഉയരമുള്ള ചുവന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ കൂറ്റൻ മതിലുകളാണ് കോട്ടയ്ക്കുള്ളത്. ചെങ്കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണ് ലാഹോറി ഗേറ്റ്. സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നതും ദേശീയ പതാക ഉയർത്തുന്നതും ഈ കവാടത്തിന് മുന്നിലെ പ്രവേശന തറയിലാണ്. ലാഹോറിയിലേക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. പൊതുജനങ്ങൾക്കും രാജകുടുംബാംഗങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്ന രണ്ടാമത്തെ പ്രധാന കവാടമാണ് ദില്ലി ഗേറ്റ്. ലാഹോറി ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന വിപണിയാണ് ചത്ത ചൗക്ക്. മുഗൾ ഭരണകാലത്ത് രാജകുടുംബാംഗങ്ങൾക്കായി പട്ട്, സ്വർണം, രത്നങ്ങൾ എന്നിവ വിറ്റിരുന്ന ഇടമായിരുന്നു ഇത്. സാധാരണ ജനങ്ങൾക്ക് ചക്രവർത്തിയെ കണ്ട് പരാതികൾ പറയാനുള്ള പൊതു മന്ദിരമാണ് ദിവാൻ-ഇ-ആം. മനോഹരമായ മാർബിൾ തറയും കൊത്തുപണികളും നിറഞ്ഞതാണ് ഈ ഹാൾ. പ്രധാനമന്ത്രിമാർ, വിദേശ സ്ഥാനാപതിമാർ, രാജകുടുംബാംഗങ്ങൾ എന്നിവരുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നതിനുള്ള അതിവിശിഷ്ടമായ ഹാളാണ് ദിവാനി ഗാസ്. പൂർണ്ണമായും വെളുത്ത മാർബിളിൽ തീർത്ത ഇതിനുള്ളിലാണ് പ്രശസ്തമായ മയൂര സിംഹാസനം സൂക്ഷിച്ചിരുന്നത്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പേർഷ്യൻ കവി അമീർ ഖുസ്രോ കുറിച്ച വരികൾ ഈ മന്ദിരത്തിന്റെ മതിലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ കനാൽ എന്നറിയപ്പെടുന്ന നെഹർ-ഇ-ബഹിഷ്ത് എല്ലാ കൊട്ടാരമുറികളിലൂടെയും ഒഴുകിയിരുന്ന ശുദ്ധജല കനാലായിരുന്നു. യമുന നദിയിൽ നിന്ന് വെള്ളമെത്തിച്ചാണ് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. രംഗ് മഹൽ എന്ന പേരിൽ അന്തപുര സ്ത്രീകൾക്കായി നിറങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു. ഇതിന്റെ തറയിൽ സ്ഥിതി ചെയ്യുന്ന താമരയുടെ ആകൃതിയിലുള്ള മാർബിൾ ജലധാര വളരെ പ്രശസ്തമാണ്. ഔറംഗസീബ് ചക്രവർത്തി തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച മോത്തി മസ്ജിദ് മുത്ത് പോലെയുള്ള വെളുത്ത മാർബിൾ പള്ളിയാണ്. രാജകുടുംബത്തിനായുള്ള പരമ്പരാഗത ബാത്ത് ഹൗസ് ആണ് ഹമാം.
മുഗളരുടെ കൊട്ടാരമായിരുന്ന ചെങ്കോട്ട എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കേന്ദ്രബിന്ദുവും പ്രതീകവുമായി മാറിയത് എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ചരിത്രമാണ്. 1857 മെയ് 10 മീററ്റിൽ നിന്ന് വിപ്ലവക്കൊടി ഉയർത്തിയ ഇന്ത്യൻ സൈനികർ മെയ് 11 ഡൽഹിയിലെത്തി ചെങ്കോട്ട പിടിച്ചെടുത്തു. വയോധികനായ അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫറിനെ വിപ്ലവകാരികൾ ഹിന്ദുസ്ഥാനി ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. ചെങ്കോട്ട കേന്ദ്രീകരിച്ചാണ് വിപ്ലവ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. 1857 സെപ്റ്റംബറിൽ ബ്രിട്ടീഷുകാർ കടുത്ത യുദ്ധത്തിലൂടെ ചെങ്കോട്ട തിരിച്ചുപിടിച്ചു. ബഹദൂർ ഷാ സഫറിനെ തടവുകാരനാക്കി റംഗൂണിലേക്ക് നാടുകടത്തി. ചെങ്കോട്ടയ്ക്കുള്ളിലെ മനോഹരമായ പവലിയനുകളും ഹറേമുകളും പലതും ബ്രിട്ടീഷ് സൈന്യം തകർക്കുകയും സൈനിക ബാരക്കുകൾ പണിയുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് നടന്ന അതിപ്രധാനമായ മറ്റൊരു സംഭവമാണ് 1945-46 കാലഘട്ടത്തിൽ നടന്ന INA വിചാരണ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആസാദ് ഹിന്ദ് ഫൗജിലെ ധീര സൈനികരായ പ്രേം കുമാർ സെഗാർ, ഷാനവാസ് ഖാൻ, ഗുർബത് സിംഗ് ദില്ലൻ എന്നിവരെ ബ്രിട്ടീഷ് ഭരണകൂടം രാജ്യദ്രോഹം കുറ്റം ചുമത്തി ചെങ്കോട്ടയിൽ വെച്ചാണ് വിചാരണ ചെയ്തത്. ജാതിമത ഭേദമന്യേ ഭാരതമൊട്ടാകെ ഇതിനെതിരെ പ്രതിഷേധം ആഞ്ഞടിച്ചു. ലാൽ ക്വിലെ സെ ആയി ആവാസ് സഹഗൻ ദില്ലൻ ഷാനവാസ് എന്ന മുദ്രാവാക്യം രാജ്യമൊട്ടാകെ തരംഗമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഭൂലാഭായ് ദേശായി തുടങ്ങിയ പ്രമുഖ അഭിഭാഷകർ അവർക്കായി കോടതിയിൽ വാദിച്ചു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അന്ത്യത്തിന് വേഗം കൂട്ടി. 1947 ഓഗസ്റ്റ് 15 ഭാരതം സ്വാതന്ത്ര്യം നേടിയപ്പോൾ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യമായി സ്വതന്ത്ര ഭാരതത്തിന്റെ ത്രിവർണ പതാക ഉയർത്തിയത് ചെങ്കോട്ടയിലാണ്. അന്നു മുതൽ ഇങ്ങോട്ട് എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരമ്പരാഗത ചടങ്ങ് തുടർന്നു പോരുന്നു. ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ദീർഘകാലം ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ചെങ്കോട്ട. എന്നാൽ ഇതിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് 2003 ഡിസംബറിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കോട്ടയുടെ പൂർണ്ണ ചുമതല ഭാരത സർക്കാരിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറി. 2007 യുനെസ്കോ ചെങ്കോട്ടയെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പഴക്കം മൂലം കേടുപാടുകൾ സംഭവിച്ച കല്ലുകളും തറകളും മാറ്റാതെ പരമ്പരാഗത കൂട്ടുകൾ ഉപയോഗിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിന്റെ സ്വാഭാവിക ഭംഗി നിലനിർത്തുന്നു. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കായി ക്രാന്തി മന്ദിർ എന്ന മ്യൂസിയം സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ഇതിൽ 1857 വിപ്ലവ മ്യൂസിയം, സുഭാഷ് ചന്ദ്രബോസും INAയും ഉൾപ്പെടുന്ന മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്നു. സന്ദർശകർക്കായി സമുച്ചയത്തിൽ അത്യാധുനിക ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളും സംഘടിപ്പിക്കാറുണ്ട്. ഡൽഹി സന്ദർശിക്കുന്ന ഏതൊരു സഞ്ചാരിയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇടമാണ് ചെങ്കോട്ട. ഇവിടെ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമായ മാർഗം ഡൽഹി മെട്രോയാണ്. വയലറ്റ് ലൈനിലുള്ള ലാൽ ക്വില സ്റ്റേഷനിലോ യെല്ലോ ലൈനിലുള്ള ചാന്ദിനി ചൗക്ക് സ്റ്റേഷനിലോ ഇറങ്ങിയാൽ ചെങ്കോട്ടയിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്ററും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്ററും മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മെട്രോ വഴിയോ ടാക്സി വഴിയോ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കാറുണ്ട്. ഓൺലൈൻ വഴിയോ നേരിട്ട് ടിക്കറ്റ് എടുക്കാം. പ്രിയ കൂട്ടുകാരെ, ചെങ്കോട്ട വെറുമൊരു കൊട്ടാരമോ കോട്ടയോ മാത്രമല്ല. അത് ഭാരതത്തിന്റെ അടിമത്തത്തിന്റെയും വിരോചിതമായ പോരാട്ടങ്ങളുടെയും ഒടുവിൽ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യപത്രമാണ്. അതിലെ ഓരോ കല്ലുകളിലും നമ്മുടെ പൂർവികരുടെ ചോരയും വിയർപ്പും അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ഉയരുന്ന ദേശീയ പതാകയെ സാക്ഷി നിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. സമരസ്മൃതികൾ, ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ റേഡിയോ മാറ്റുലി ക്ലബ് അംഗങ്ങൾ ഇന്ത്യയിലെ മഹത്തായ സ്വാതന്ത്ര്യ സമര സ്മാരകങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ അധ്യായത്തിൽ ചെങ്കോട്ട. അവതരണം മിഥില മോഹൻ.